ഫൈനലി നമ്മുടെ ചാനലിലും ഒരു ഗീവ് അവേ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ 10K ആയിട്ട് ഗീവ് അവേ വെക്കാനായിരുന്നു എൻ്റെ പ്ലാനിങ്. പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ ഒരു ബാക്ക് ടു സ്കൂൾ ഗീവ് അവേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പോൾ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് എസെൻഷ്യൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഗീവ് അവേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഗീവ് അവേൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതായത് ഗിവ് അവേൻ്റെ എല്ലാ കംപ്ലീറ്റ് റൂൾസും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗിവ് അവേൻ്റെ റൂൾസൊക്കെ മിസ് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഗിവ് അവേയിൽ പ്രോപ്പറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗിവ് അവേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നല്ല, എന്താണ് ഇതിൻ്റെ ഗിഫ്റ്റ്സ് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗിവ് അവേയിൽ ഒരു വിന്നർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റുകളാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഒരു സ്കൂൾ ബാഗ്, ഒരു വാട്ടർ ബോട്ടിൽ, ഒരു ലഞ്ച് ബോക്സ്, ഒരു പൗച്ച്, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഒരു വിന്നർക്ക് കൊടുക്കുന്നത്. അങ്ങനത്തെ എത്ര വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? അത് പറയാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഗിവ് അവേൻ്റെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഗിവ് അവേ എന്നുള്ളത്. കംപ്ലീറ്റ്ലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബർ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഈ ഒരു വീഡിയോൻ്റെ താഴെ വരുന്ന കമൻസിൽ നിന്നായിരിക്കും നമ്മൾ നമ്മുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു വിന്നറല്ല, നമുക്ക് വിന്നേഴ്സ് ഉണ്ട്. അത് എത്ര പേരാണെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കാര്യം പറയാം. അതായത് കമൻസിലൂടെയാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കമൻസ് ഇടുക. മാക്സിമം കമൻസ് ഇടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാക്സിമം വിന്നിങ് പോസിബിലിറ്റിയും കൂടുക കേട്ടോ. അതേപോലെ നമ്മുടെ ഈ ഗിവ് അവേൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇന്ന് ഡേറ്റ് 18th ആണ്. ഇന്ന് മുതൽ വരുന്ന 25th വരെയാണ് ഡേറ്റ്. അതായത് ഒരാഴ്ച സമയമുണ്ട്. ആ ഒരാഴ്ച സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കമൻറ്റ് ഇടുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. വേറെ കടുകെട്ടിയ റൂൾസുകൾ റെഗുലേഷൻസ് ഒന്നും ഇല്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ ആയിരിക്കുക. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ഇട്ടൊന്ന് സപ്പോർട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര വിന്നേഴ്സിനെ സെലക്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ ടോട്ടലി 3 വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ഗിഫ്റ്റ് തന്നെയാണ് 3 വിന്നേഴ്സിനും കൊടുക്കുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തേർഡ് എന്നുള്ള ഇതൊന്നുമില്ല. 3 പേർക്കും ഒരുപോലത്തെ ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. അതായത് സ്കൂൾ ബാഗ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, പൗച്ച് ആൻഡ് അതിലേക്കുള്ള കുറച്ച് സ്റ്റേഷനറീസ്. അപ്പോൾ ഇതാണ് ഒരു വിന്നറിന് കൊടുക്കുന്നത്. അങ്ങനത്തെ 3 വിന്നേഴ്സ് നമ്മൾ ഒരുപോലെ തന്നെയുള്ള ഗിഫ്റ്റ്സുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വന്നതിന് ശേഷം അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ എത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ ഒരു വിന്നറല്ല, 3 വിന്നറാണ്. അപ്പോൾ ആ 3 വിന്നറിൽ ഒരാളാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ഇട്ട് തുടങ്ങിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും ഗിഫ്റ്റുകൾ കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. കാരണം ഇത് നമ്മളുടെ ഫസ്റ്റ് ഗിവ് അവേ ആണ്. ആൻഡ് 10K ആയി കഴിഞ്ഞാൽ അടുത്ത ഗിവ് അവേ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ചാനലിൽ നമ്മൾ എത്രത്തോളം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു അതിനനുസരിച്ച് നമ്മുടെ ഗിവ് അവേസും വരുന്നതായിരിക്കും കേട്ടോ. എല്ലാത്തിലും നല്ല അടിപൊളി ഗിഫ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് എൻ്റെ പ്ലാനിങ്. ആൻഡ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത്. അത് നിങ്ങൾ എന്തായാലും തരുമെന്നുള്ള പ്രതീക്ഷയിൽ വേണ്ട കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1 വീക്ക് ഡ്യൂറേഷൻ ആണുള്ളത്. ആ ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ വരുന്ന കമൻസ് മാത്രമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഇത് റാൻഡമായിട്ട് ഹാൻഡ് പിക്കായിട്ട് എടുക്കുന്ന കമൻസ് ആയിരിക്കില്ല. നമ്മൾ ഔട്ടർ സൈറ്റ് ആയിട്ടുള്ള കമൻറ്റ് പിക്കർ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടായിരിക്കും കമൻസ് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, പാർഷ്യാലിറ്റി കാണിച്ചു എന്നുള്ളത് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കമൻറ്റ് പിക്കർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കമൻസൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. 25th കഴിഞ്ഞതിന് ശേഷം തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ വിന്നർ അനൗൺസ് ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇത് വിന്നേഴ്സിൻ്റെ കയ്യിലേക്ക് ഈ ഗിഫ്റ്റ് അവരുടെ കയ്യിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഒരു വീക്ക് ഞാൻ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സമയവും തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ നമ്മൾ എങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്നുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനപ്പം കൊടുക്കുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് വേറെ ഒരു വീഡിയോ ഗിവ് അവേനെ കുറിച്ചിട്ടുള്ളത് വരുന്നതായിരിക്കും. അപ്പോൾ അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഇടുന്ന കമൻറ്റ് ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ ഇപ്പം തന്നെ ചെയ്ത് തുടങ്ങിക്കോളൂ. പിന്നെ നമ്മുടെ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക് 2-3 ഡേയ്സ് കൊടുക്കും റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സെലക്ട് ചെയ്ത വിന്നേഴ്സ് നമ്മൾ ഈ 2-3 ഡേയ്സിനുള്ളിൽ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു വിന്നറെ പിന്നെയും സെലക്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുക. കാരണം അതിൽ നിങ്ങളാണ് വിന്നർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അപ്പോൾ അത് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ചെക്ക്
ചെക്ക് ചെയ്യാം. ഡെഫിനറ്റ്ലി നമ്മുടെ മിക്കവാറും 25-ാം തീയതി കഴിഞ്ഞിട്ട് 26-ാം തീയതി തന്നെ നമ്മൾ മാക്സിമം വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിങ്ങളാണ് വിന്നർ എന്നുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അതുവഴി നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗിഫ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും കേട്ടോ. അപ്പോൾ 2-3 ഡേയ്സിനുള്ളിൽ കോൺടാക്ട് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ടാവുക. അല്ലാത്ത പക്ഷം നമ്മൾ വേറൊരാളെ പിന്നെയും സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കാരണം എല്ലാവർക്കും ഈ ഗിഫ്റ്റ് ഗിവ് അവേസിന് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കിട്ടാത്തവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. കാരണം നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഗിവ് അവേ ആണ്. ഇനി ഇതുപോലത്തെ ഒരുപാട് ഗിവ് അവേസ് വരും. കാരണം എനിക്ക് ഗിവ് അവേ അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ കൊടുക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിത് എന്തായാലും കണ്ടക്ട് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 10K ആക്കി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഗിവ് അവേ വേണമെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച തന്നെ വെക്കാം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് 10K ആക്കാൻ നോക്കൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ എനിക്ക് തോന്നുന്നു 8K ആവാനായിട്ടുണ്ട്. അപ്പോൾ ഒരു 10K ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ഗിവ് അവേയും കൂടെ ഞാൻ വെക്കുന്നതായിരിക്കും. എല്ലാത്തിലും നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ തരുന്ന എല്ലാ ഇഷ്ടത്തിനും സ്നേഹത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഗിവ് അവേ വെച്ചിട്ട് നിങ്ങളെ എന്താ പറയുക സന്തോഷിപ്പിക്കുന്നത്. യെസ്. അപ്പോൾ പറഞ്ഞു നമ്മുടെ ക്യൂട്ട് ജേർണിങ് ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നെയിം അടക്കം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെയിം അടക്കം കമൻറ്റ് ചെയ്യുന്നവരുടെ കമൻറ്റ് ചൂസ് ചെയ്യാനായിരിക്കും നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ നെയിം വെച്ചിട്ട് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങളുടെ അഡ്രസ്സോ ഇമെയിൽ ID ഒന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യരുത് കേട്ടോ. പിന്നെ വിന്നേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ പറയുന്ന കോൺടാക്റ്റ് ചെയ്യാനുള്ള മീഡിയത്തിലൂടെ നമുക്ക് അയച്ചു തരണം. എന്നിട്ടാണ് നമ്മൾ വിന്നേഴ്സിന് നമ്മൾ ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുള്ളൂ. കാരണം അത് കറക്റ്റ് അല്ലാത്തവരുടെ ആളുകളുടെ കയ്യിലേക്ക് ആ ഗിഫ്റ്റ് എത്തിപ്പോരുന്നുള്ള ഒരൊറ്റ കാരണത്താലാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾ വിന്നർ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.